ഹായ് ഫ്രണ്ട്സ്, അപ്സ് വീവിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ചാലിയം ബീച്ചിക്ക് എല്ലാവരും കൂടി ഫാമിലി ഒന്നായിട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളും കാണാം. ഒരുപാട് കുക്കിംഗ് ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൽ കൂടി തൊട്ടിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷൻ ഞങ്ങൾ ഫാമിലിയിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. ആ മാരേജ് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ ഐഡിയ ഇട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഞാനും ആങ്ങളാറും നാത്തനാറും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വന്നതാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്ന് അങ്ങനെ പുറപ്പെട്ട് നേരെ കാറിൽ കയറി. ഞങ്ങൾ കാറിലും കുറച്ച് ആൾക്കാർ ബൈക്കിലും എല്ലാവരും പുറപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാറ് ഒരു സൈഡ് പാർക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ ഇറങ്ങി ജസ്റ്റ് അവിടെ ഒന്ന് നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബൈക്കിലെത്തിയവർ ഇതാ അറിയാനും എല്ലാവരും ഇവിടെ എത്തി. ഇനി എല്ലാവരും അപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവരെ തമ്മിൽ കുട്ടികൾ ഓരോരോ സംസാരിക്കലും കളിയും ചെറിയൊക്കെ ആയിട്ട് നല്ല രസമായി കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. നമ്മൾ ഒരു ഉച്ച സമയത്താണ് കേട്ടോ പോയത്. പരിപാടിയൊക്കെ കഴിഞ്ഞു നേരെ ഉച്ചക്ക് ഞങ്ങൾ പോകുന്നതാണ്. ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലാണ് പോയത്. ആദ്യമൊക്കെ ജങ്കാറുണ്ടായിരുന്നു, അപ്പോൾ അത് ഇല്ല. ഇപ്പോൾ ആ ബോട്ടിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതിനുള്ള ടിക്കറ്റും കാര്യമൊക്കെ നേരെ അതിൽ കയറിയിട്ട് തന്നെയാണ് എടുക്കൽ. അപ്പോൾ നേരെ ഞങ്ങളെല്ലാവരും ഇതിൽ കയറാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ആദ്യം മുന്നിൽ കയറാൻ വേണ്ടി ഓരോരുത്തരായിട്ട് കയറാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇളകുമ്പോൾ നല്ല സ്പീഡിൽ പോവുകയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ കെട്ടിയിട്ട ഭാഗം നമ്മൾ കയറിയ ഭാഗം നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ബോട്ട് ഇപ്പോഴും പോയിട്ടില്ല എന്ന് കേട്ടോ. അത് ഇളകുന്നതുകൊണ്ടാണ് നമുക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കയറി ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് ഒരു ബോട്ട് കയറൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പോഴത്തേന് വേറെ ഓരോരോ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് മോള് ഒരാൾ ബാഗിൽ ചെറിയൊരു ഫാൻ കണ്ടില്ല, അത് കുറച്ച് ഉരുട്ടിയിരുന്ന് എന്നിട്ട് ഓളും അവിടെ പോയി നിന്ന് കേട്ടോ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞ് കളിക്കലും ഇരിക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും കാത്തിക്കാണ് ബോട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവർ പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബോട്ട് ഇപ്പോൾ സ്റ്റാർട്ടാവാൻ പോകാൻ തുടങ്ങുന്നുണ്ട്. അതാ കയറൊക്കെ അവിടെ കെട്ടിയതൊക്കെ ഊരി അതൊക്കെ കഴിച്ച് അതൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് സ്റ്റാർട്ടായത് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണെന്നറിയോ നമ്മൾ എത്തുന്നത്. നമ്മളിങ്ങനെ ഇരുന്നു കണ്ടില്ലേ, ഒരുപാട് ബോട്ട് അവിടെ ഇവിടെയൊക്കെ നടന്ന് അഴിഞ്ഞ് തിരിഞ്ഞ് വെള്ളത്തിൽ നടക്കണം. നമ്മൾ ആ നിന്ന സ്ഥലമാണ് കേട്ടോ ആ റോഡ്. അതൊക്കെ അതാ കാണുന്നത്. എത്ര പെട്ടെന്ന് അവിടെ നമ്മൾ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി കണ്ടില്ല, പകുതിയോളം എത്തിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായി കണ്ടില്ല. നമ്മൾ ആ കയറിയ സ്ഥലം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾ ഞങ്ങളെല്ലാവരും വള്ളത്തിലേക്ക് നോക്കി ഒക്കെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം എത്താനായിട്ടുണ്ട് കണ്ടില്ല, ഞങ്ങൾ ഒരുപാട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏകദേശം എത്തി തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കി അവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്ന സ്ഥലം സ്പേസ് എത്തിയോ എന്നൊക്കെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോരോ ബോട്ടുകളൊക്കെ നമ്മൾ മുന്നിൽ കൂടി പോകുന്നതൊക്കെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ അതേ പ്രായത്തിൽ വേറൊരു കുട്ടി. അപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവർ മരത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് വേറൊരു ബോട്ട് പോവാണ്. അപ്പോൾ ഒക്കെ കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നമ്മൾ വള്ളത്തിൽ കൂടി പോകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഹാപ്പിയാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്.
കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിങ് ചെയ്തത്. പിന്നെ ഒന്നും കൂടി പറയണമെങ്കിൽ നമ്മൾ ഈ നേരത്തെ പോയി, പക്ഷേ ഒരു വൈകുന്നേരം സമയത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി രസമായിക്കാറ് കേട്ടോ. നല്ല വെളിച്ചം വെയിലൊന്നും ഇല്ലാതെ നല്ല ലൈറ്റിൻ്റെ വെളിച്ചവും കാര്യങ്ങളും ആളും ആളൊക്കെ ഒരുപാടുണ്ടാവും. നമ്മൾ ഈ ഒരു ഉച്ച സമയത്ത് പോയതുകൊണ്ടാണ്. നല്ല വെയിലാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇറങ്ങാനുള്ള സ്പേസ് കണ്ടില്ല, അതാ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിർത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിൽ എല്ലാവരും കുട്ടികളും മക്കളും എല്ലാവരും ഒന്ന് എണിച്ചിട്ട് എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇരുന്ന് വീഡിയോ ഒന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ട് ജസ്റ്റ് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ വീഡിയോ അവരെ വക കുട്ടികളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരും ഫാഡിൽ ഫോണൊക്കെ വെച്ച് ഇട്ടുണ്ട്. മോളാണ്. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ചിരിക്കടി ലൈക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അത് മടക്കിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാ ആങ്ങള നാത്തൂനും കുട്ടികളും. അപ്പോൾ അവരൊക്കെ ഇവിടെ ഇറങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരുപാട് മുന്നിൽ അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും അവരുടെയൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള വെള്ളം കല്യാണം നടക്കുമ്പോഴൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് നടക്കണം. കുട്ടികളൊക്കെ ജസ്റ്റ് ഒരു കയറ് മാത്രമാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ എല്ലാവരും കൈയൊക്കെ പിടിച്ച് കുട്ടികളെ കൈ പിടിച്ച് ഇങ്ങനെ നേരെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഇതോ ഞാനും എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. നല്ല വെയിലുകൊണ്ട് തന്നെ ഫോണിലേക്കൊന്നും നോക്കാനൊന്നും പറ്റണില്ല. അത്രയ്ക്ക് വെയിലാണ്. കഴിഞ്ഞ രീതിക്ക് ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇറങ്ങി നേരെ പാലത്തിൽ കൂടി ഇറങ്ങി പോവുകയാണ് ബോട്ടിൽ നിന്ന്. എന്നിട്ട് അവിടെ ഒരു കരിങ്കലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി ഒന്ന് നടന്ന് കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും മുന്നിൽ, ഞാൻ ഏറ്റവും ബാക്കിൽ നടക്കുകയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏറ്റവും സ്ലോ ആയിട്ട് നടന്ന് വീഡിയോ ഒക്കെ കഴിഞ്ഞ രീതിക്കൊന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയത്ത് നല്ല വെയിലാണ്, കണ്ണ് തുറക്കാൻ വയ്യാത്തൊരു വെയിലാണ് കേട്ടോ. അതിന് നല്ല വെയിലാണ്. ഇതിൽ കാണുന്ന പോലെയല്ല, ആ ഒരു ഉച്ച സമയത്ത് നല്ല വെയിലാണ്. എനിക്ക് നല്ല താരം കണ്ട് കുത്തി കളയുന്ന ഒരു വേദന ഒക്കെ ഉണ്ടായിരുന്നു ആ വെയിലത്തൊക്കെ നടന്നിട്ട്. എന്നാലും പിന്നെ നമ്മൾ ബീച്ചിൽ വെള്ളത്തിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒക്കെ മറിഞ്ഞിട്ടോ. ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ നടന്ന് എല്ലായിടത്തും ബോട്ടുകളൊക്കെ കണ്ട ആൾക്കാരൊക്കെ മേലൊക്കെ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ രീതിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇവരൊക്കെ അവിടെ ഇരിക്കാൻ കേട്ടോ. ടിക്കറ്റിനാണ് എന്തിൻ്റെന്നാവോ എനിക്കറിയില്ല. അങ്ങനെ ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ഈ വഴി ഇങ്ങനെ നടന്നു പോയി ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ തിരക്കൂട്ടി മുന്നിൽ പായാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ബോട്ടുകളൊക്കെ അവിടെ കെട്ടി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വെയിലില്ലെങ്കിൽ നല്ല സുഖമാണ് ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ. പക്ഷേ നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് അവിടെ നിന്ന് ഇരുന്നില്ല, നേരെ അവിടെ നിന്നൊക്കെ പോന്നു. അപ്പോൾ ഇവിടെ ആട് ഞാൻ കണ്ടു. നല്ല വയറ്റുള്ള ആടും ചെറിയതും വലുതും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ തണലിലൊന്നും എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഒഴിഞ്ഞു കൊടുക്കും, തൊട്ടും തടവിയും ഒക്കെ ആടെ കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് കളിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ ആടിനൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ കടകളും കാര്യങ്ങളും ഒക്കെ ഈ ഉച്ച നേരമായാലും ചില കടകളൊക്കെ എല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ചെറിയൊരു തണലുള്ളോട്ട് ചെന്ന് അവിടെ നിന്നു. അപ്പോൾ അവിടെ നമുക്ക് ചൊരണ്ടി ഐസൊക്കെ ഒന്ന് വീങ്ങി എരും അതിലൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒക്കെ ഒന്ന് കഴിച്ചിട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് നല്ല ടേസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ മോളൊക്കെ അതാ കഴിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആങ്ങളേന്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് എല്ലാവരും ചൊരണ്ടി ഐസൊക്കെ കഴിക്കാൻ കേട്ടോ. മധുരം ഈരയൊക്കെ ഉള്ളത് എല്ലാതും ഞങ്ങൾ വാങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോപ്കോണാണ് കേട്ടോ, ചോലപ്പുരി. അങ്ങനെ ഞാനും ഇത് കഴിക്കുകയാണ്. അപ്പോൾ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചൊരണ്ടി ഐസ് ഇഷ്ടമുള്ളവർ താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ എരിവാണോ ഇഷ്ടം മധുരമാണോ ഇഷ്ടമുള്ളതും കൂടി താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഇവരെല്ലാവരും ചോറിൻ്റെ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ എളുപ്പപ്പണി അതാണ്. അതിൽ ഒന്ന് വെള്ളമായി വരുമ്പോൾ ഒന്ന് വലിച്ച് കുടിക്കുകയാണ്, വീണ്ടും അത് സ്പൂണിൽ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായി. കാരണം ബീച്ചിൽ പോയാൽ നമുക്കൊരു ചോറിൻ്റെ ടേസ്റ്റെങ്കിലും കഴിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിരഞ്ഞ് ആട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഞങ്ങൾ തിന്നാനൊക്കെ കൊടുത്തു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ ഞാൻ പറ്റേ മറന്നു. അത് തിന്നുന്നത് കണ്ടിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഓർമ്മയില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളടുത്തുനിന്ന് പോകണില്ല കേട്ടോ. പിന്നെ ഞങ്ങളടുത്തുള്ളതൊക്കെ കുട്ടികളൊക്കെ കൊടുത്ത് ഓരോന്ന് ഭക്ഷണം ഒക്കെ കഴിക്കാൻ കൊടുത്തപ്പോൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങളടുത്തുനിന്ന് പോകണില്ല. പിന്നെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവരൊക്കെ പേടിച്ച് ഓടുകയാണ് കേട്ടോ, കുത്താൻ വരുവാണ് വെച്ചിട്ടൊക്കെ. അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ അറ്റത്തൊന്ന് നടന്ന് പോകാൻ കേട്ടോ ഞാനും ഭാവിയും കൂടി ഇതൊന്ന് ഈ കപ്പലൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാണ്. അത് കുറച്ച് ദൂരത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്ത് എത്തിയാലാണ് നമുക്ക് വീഡിയോ നല്ലപോലെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും എൻ്റെ മാപ്പിളയും കൂടി ഇതേപോലെ നടന്ന് വന്നപ്പോൾ തന്നെ എൻ്റെ മക്കളും കണ്ട് എല്ലാവരും ബാക്കിൽ ഓടി വന്ന് അവർ ഞങ്ങളൊപ്പം തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ കുറച്ച് ദൂരത്തേക്ക് അത് പോയി. എന്നാലും ഞാൻ കഴിഞ്ഞ രീതിക്ക് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. നമ്മൾ ഇത്രയും വന്നിട്ട് ഇതൊന്ന് ഷൂട്ട് ചെയ്യാതെ കാണാതെ പോയാലെങ്ങനെ? അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ ദൂരത്തിൽ നിന്ന് ഓരോന്ന് വരുന്നുണ്ട്. ഇനി ഞാൻ ഇത്രയും ദൂരത്തിൽ നിന്നിട്ട് വന്നിട്ട് ഇവിടെ ഒരുപാട് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആൾക്കാർ നമ്മളെ ഫാമിലി അതാ അറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നേരെ നടക്കാൻ കേട്ടോ. നല്ല വെയിലാണ്, കണ്ണ് തുറക്കാൻ വയ്യ, വീഡിയോ ഷൂട്ട് ചെയ്യാനും വയ്യ. പക്ഷേ എന്നാലും കഴിഞ്ഞ രീതിക്ക് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് നേരെ അങ്ങോട്ടേക്ക് നടക്കാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ ഒന്നും കൂടി രസം. ഈ നേരത്തിനേക്കാളും ഒരുപാട് കടകളൊക്കെ അപ്പോഴേ തുറക്കുള്ളൂ. നല്ല ലൈറ്റും വെളിച്ചം കാര്യങ്ങളും ആളുകളൊക്കെ ആയിട്ട് ആ ഒരു സമയത്താണ് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ ഒരുപാട് ഐറ്റംസൊക്കെ ഈ കടകളിലുണ്ട്. ഞാൻ കഴിഞ്ഞ ഇവിടെ ഒരുപാട് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ടത് കുപ്പിയിൽ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ സർബത്ത്, മുട്ട, അങ്ങനെ പലത് ഓരോ കടയിൽ പല രീതിക്കുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തണലിലാണ് ഞങ്ങൾ ഇനി നിന്നാൽ ശരിയാവില്ല. ഇനി നേരെ എല്ലാവരും വെള്ളത്തിൽ കളിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇറങ്ങാണ്. കുറച്ചാൾ ഇറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ പായാണ്, കണ്ടില്ലേ എൻ്റെ മോളൊക്കെ പാഞ്ഞ് കളിക്കുകയാണ്. അവിടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ എല്ലാവരും വണ്ടി പായാണ്. അപ്പോൾ മക്കളിത് നേരെ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് 3 ആളും അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൈ പിടിച്ച് കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ബാക്കിൽ തന്നെ ഞാനും ചെരുപ്പൊക്കെ കഴിച്ച് നേരെ ഓടുകയാണ്. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ഇറങ്ങാൻ ശരിയാവില്ലല്ലോ. അപ്പോൾ കുറച്ച് കളിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ഫോൺ എടുത്തിടുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനിട്ടോ. കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. കണ്ടില്ല വെള്ളം വരുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണ്. നമ്മളെ കാലിൽ തട്ടി ആ വെള്ളം ഇങ്ങനെ പോണത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നല്ല രസമായിരുന്നു, നല്ല എൻജോയ് ചെയ്തിട്ടോ. കണ്ടില്ല ഈ വെള്ളം വരുന്നത് കാണാൻ തന്നെ എന്തോരം ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ രീതിക്ക് നല്ല ഷൂട്ട് ചെയ്ത് ഒരുപാട് വെള്ളത്തിൽ കളിച്ചിട്ടോ. ഞാനും മക്കളും ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ കുട്ടികൾക്കാണ് ഒരുപാട് ഇഷ്ടമായത്. ഒരുപാട് എൻജോയ് ചെയ്ത് കളിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തൊരു സ്പീഡിലാണ് വെള്ളം വരുന്നതും പോകുന്നതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കളിച്ച് ഇനി നമുക്ക് കുട്ടികൾ കളിക്കുന്നതും വേണ്ട നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവരെല്ലാവരും വെള്ളത്തിൽ നിൽക്കലും കളിക്കലും ഒക്കെ ആയിട്ട് ഒക്കെ റെഡിയായി നിൽക്കണം. വെള്ളം വരാനുള്ളത് കാത്ത് നിൽക്കണം. അപ്പോൾ അതിൽ ഓരോരുത്തർ നീന്തി കളിക്കലും ഇരിക്കലും നീച്ചലൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളിയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ്. വെള്ളം വരുമ്പോൾ ഒരാൾ ഇരുന്ന് നീച്ചൊക്കെ നോക്കുകയാണ്. ചിലർ അവിടെ കിടന്ന് ഉരുണ്ട് മറിയാണ് കേട്ടോ. അവരൊക്കെ കിടന്ന് കളിക്കുകയാണ് വെള്ളത്തിൽ. മറ്റവരൊക്കെ കാലും നീട്ടി ഇരിക്കുകയാണ്. ഐശോ എറിയാനൊക്കെ നമ്മളെന്താ ചാടി കളിക്കണം. അങ്ങനെ പല കളിയുണ്ട്. അങ്ങനെ ഒന്നായിട്ടൊക്കെ നനഞ്ഞൊക്കെ ചെയ്തു. വരുന്ന സമയത്ത് ഇരിക്കുമ്പോൾ അവരെ കവുത്ത് വരെയൊക്കെ വെള്ളം വന്നിട്ട് തൊള്ളിക്കൊക്കെ വെള്ളമാവാണ് കേട്ടോ. അങ്ങനെ പല കളികളും ഒക്കെ നല്ല എൻജോയ് ചെയ്ത് ഒക്കെ കളിച്ച് ഒക്കെ ചെയ്തു. അപ്പോൾ
ഇവരതൊക്കെ ഇടുന്ന നനയും എന്താ കുളിക്കണ്. അപ്പോൾ ഇവരൊക്കെ വെള്ളം വരുന്ന സമയത്ത് ഇരിക്കലും നിൽക്കലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പം പേടിച്ചിട്ട് ഈ അറ്റത്തിൻ്റെ അങ്ങോട്ടേക്ക് നീങ്ങി പോയിട്ടില്ല. കിടക്കണോണ്ട് തന്നെ എനിക്കും പേടിയാണ്. കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളത്തിൽ വിട്ടെന്ന് കിടന്നോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബീച്ചല്ലേ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് അപ്പത്തിന് വെള്ളം പോയി. എൻ്റെ കാലിൽ മണ്ണായി അബ്ബാന്നൊക്കെ പറഞ്ഞ് അവൾ പാഞ്ഞ് ഇതാ വെള്ളത്തിൽ കഴുകാൻ പോയി. പിന്നെ അവിടെ ഒരേ കളി തന്നെ ആയിരുന്നു വെള്ളത്തിൽ. അങ്ങനെ റിയാനും ഇതാ അവൻ്റെ പല മടിയിലൊക്കെ ഇരുന്നു കാലൊക്കെ നീട്ടി ഇവരെല്ലാവരും അങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളം വരലും പോവലൊക്കെ ആയിട്ട് ഇവരെല്ലാവരും നല്ല അടിപൊളി കളികളാണ്. പിന്നെ വെള്ളത്തിൽ നിന്ന് വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ല. അത്രക്ക് ഇവർ കളിപ്പൂതി തീർന്നിട്ടില്ല. ഇവർ വെള്ളത്തിൽ കളി തന്നെ. അപ്പോൾ കുറേ നേരം അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു. എല്ലാവരും പോയിട്ട് ഞാനും പോയിട്ടില്ല. കുറേ നേരം വെള്ളത്തിൽ കളിക്കലും ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ മോള് പാഞ്ഞ് വരുന്നത് നേരെ അവനെ പാലെടുത്തൊക്കെ പാഞ്ഞ് കയറി. അതാ ഇനി വീണ്ടും അവിടെ കളി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇനി വരാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയി അങ്ങനെ കളിച്ചു. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന് ഇനി ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മോള് സ്ട്രോബെറി അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഫ്ലേവർ ഇഷ്ടമുള്ള ഫ്ലേവർ കഴിക്കാൻ ഇതിൽ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവറും അങ്ങനെ സ്ട്രോബെറി ഫ്ലേവറും പിന്നെ എന്താണ് മറ്റേ ബട്ടർ സ്കോച്ചും അങ്ങനെ എല്ലാ ഫ്ലേവറിലും ഇവർ ഇങ്ങനെ ഞാൻ ബട്ടർ സ്കോച്ചാണ് മേടിച്ചത്. അപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് ഒന്നും കൂടി ഇത്തിരി എക്സ്ട്രാ നമുക്ക് കൂടുതൽ വെച്ചെന്ന് അങ്ങനെ ഇനി ഞാനിത് കഴിക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിക്കൽ തുടങ്ങി. പിന്നെ ഒരുപാട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി ഐസ് ഫുള്ളും കഴിച്ച് തീർത്തിട്ടോ. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കഴിക്കലും അടുത്ത ട്രിപ്പ് വേങ്ങി കഴിക്കലും അതാ നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലോ ഐസ്ക്രീമൊക്കെ. അങ്ങനെ എല്ലാവരും അത് കഴിക്കലും ഞാൻ കഴിയും മുറൊക്കെ കയറി ഒക്കെ ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു പീടിയേൻ്റെ അടുത്ത് നിന്ന് ഇവരെ കളിയൊക്കെ കഴിഞ്ഞ് ഇവരെ ഡ്രസ്സൊക്കെ അത് വേറെ ഒരു ബാഗിലേക്ക് ആക്കി ഒക്കെ ചെയ്ത് ഇനി ഞങ്ങൾ പുറപ്പെട്ടു. ഇനി നേരെ ബോട്ട് വരുന്ന സ്ഥലത്ത് ഞങ്ങളൊരു തെങ്ങുണ്ട്, അവിടെ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. അപ്പോൾ ബോട്ട് വന്ന് അവിടെ ഉള്ളവരൊക്കെ ആദ്യം ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും നടക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നടന്ന് ഓരോരുത്തരായിട്ട് അതിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരം സമയത്ത് പോകാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഉഷാറാവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കയറിയിട്ടുണ്ട്. ഇവർ ടിക്കറ്റ് എടുക്കുന്നവർ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. 10 രൂപയുള്ളൂ ടിക്കറ്റിന്. അങ്ങനെ എല്ലാവരും എടുത്ത് ഞങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇനി പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ടില്ല. അങ്ങനെ ഓരോരുത്തർ ഇരുന്ന് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ പോകാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഇപ്പോൾ പുറപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മൾ മക്കളൊക്കെ ഇങ്ങനെ പുറത്തിലേക്ക് നോക്കി ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ. പുറപ്പെട്ടിട്ടില്ല. അവിടെ കെട്ടി കൊടുത്ത് തന്നെ നമ്മൾ ഇപ്പോഴാണ് നമ്മൾ പുറപ്പെട്ട് കണ്ടില്ല. നമ്മളെ പാലൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരാണ്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഒരു എല്ലാവരും സെറ്റായിരുന്നു. എത്ര പെട്ടെന്നാണ് നമ്മൾ അവിടുന്ന് ഇവിടേക്ക് എത്തുക. നമ്മളിങ്ങനെ വള്ളത്തിൽ കൂടി നോക്കുമ്പോഴാണ് നമ്മൾ അത്ര ദൂരത്ത് നമ്മൾ ഇത്ര ദൂരത്തേക്ക് എത്തിയല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും മണ്ണലും പായലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പുറത്തിലേക്കൊക്കെ നോക്കി ഒക്കെ. അപ്പോൾ മോള് കുറച്ച് ഇവിടെ നിന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറി നിന്നു. അങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ ഇറങ്ങാനുള്ള സ്പേസ് എത്തി. ഇവിടെ പാറമേലൊക്കെ ഫുള്ളും നണ്ടാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഇത്രയും കൂടി സൂം ചെയ്തിട്ടാണ് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പാറകളിൽ ചുവന്ന നണ്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എല്ലാവരും നമ്മളെ ബാക്കിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ ആ പാലത്തിൽ നിന്ന് കഴിഞ്ഞു ഇതായെത്തി. ബാക്കിയുള്ളവരൊക്കെ കയറാനുള്ളവരൊക്കെ അടുത്ത ടീമുകൾ കയറുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും നടന്ന് ഇനി അവനാണ് കാറിലും ബൈക്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ ചാനൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഫുള്ളായിട്ട് കണ്ടവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.